ചില പ്രത്യേക തരത്തിലുള്ള ഇമോഷൻസിനെ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നായിട്ടാണ് പലപ്പോഴും മലയാളത്തില് ആ തരത്തിലാണ് മലയാളിയുടെ ബോധത്തിൽ കവിതയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പൊ ചങ്ങമ്പുഴ പോലെയുള്ള ഒരു കവി മലയാളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ തരത്തിൽ മലയാളിയുടെ സെൻസിബിലിറ്റിയെ, ഭാവുകത്വത്തെയൊക്കെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് മലയാളം എന്ന് പറയുന്ന ഭാഷ വളരെ വളരെ മുമ്പോട്ട് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചങ്ങമ്പുഴ പോലുള്ള ഒരു കവി മലയാള കവിത എന്നതിനെ പറ്റി അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, പിൽക്കാലത്ത് വന്നവര് അതിനെ മാനദണ്ഡമായിട്ട് എടുക്കുമ്പോൾ കവിത എന്ന് പറയുന്ന സാഹിത്യ രൂപം ഒരു പ്രത്യേക തരത്തിലുള്ള ഇമോഷൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് എന്ന മട്ടില് കവിതയെ അവർ സ്വീകരിച്ചു പോയിട്ടുണ്ടായിട്ട് സ്വീകരിച്ച് വന്നിട്ടുണ്ട്. പോയറ്റിക് എന്ന് വിളിക്കാവുന്ന ഒരു പദം പോലും അതിൽ കാണാൻ പറ്റില്ല. ഒരു പേ പിടിച്ച പേനായ, പേപ്പട്ടി ജോസഫ് മെയ്സ്റ്ററിനെ തട്ടിയിട്ട് 13 തവണ കടിച്ചു. അദ്ദേഹത്തിന്റെ വാക്സിൻ കുത്തിവെച്ചിട്ട് മെയ്സ്റ്റർ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. നെതന്യാഹുവിനെ പോലുള്ള ആൾക്കാരാണ് ലോകത്തുള്ളത്. വേറെ മതത്തിൽ ജനിച്ച ഒരാൾ ശത്രുവാണെന്ന് പറയുന്ന ഈ പറയുന്ന 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ പറയുന്ന ഈ AI-യുടെ കാലത്ത്, നമ്മൾ പറയുന്ന സാങ്കേതിക പുരോഗതിയുടെ കാലത്ത് വേറൊരു മതത്തിൽ ജനിച്ചാൽ ആ മതത്തിന്റെ അംശം പേറുന്ന അല്ലെങ്കിൽ അതിന്റെ അതിൽ ജനിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് ആ പേരിലോ അല്ലെങ്കിൽ തൻ്റെ ചിന്തയിലോ അല്ലെങ്കിൽ തൻ്റെ ദൈവസങ്കല്പത്തിലോ ഒക്കെ അത് പേറുന്ന ആൾ എന്ന് പറഞ്ഞാൽ നിനക്കെതിരാണെന്ന് പറയുന്നത് എത്ര അപ്സേഡ് ആയിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞിന് പോലും അസംബന്ധം എന്ന് വിചാരിക്കാവുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വലിയ പഠിപ്പുള്ള ആൾക്കാര്, വിവേകമുള്ള ആൾക്കാര്, നമ്മള് ഇതില് ഇസ്രായേലാണോ ശരി, അമേരിക്കയാണോ ശരി, ഇറാനാണോ ശരി എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കും. ലോകാവസാനം വരെ തർക്കിച്ചുകൊണ്ടിരിക്കും. ഈ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവേണ്ടത് എന്തിനാണ് നമ്മൾ, എന്ത് പുരോഗതിയാണ്, എന്ത് വിവേകമാണ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ നമ്മൾ പറയും, ഈ പറഞ്ഞ പോലെ നമ്മുടെ ആയുർദൈർഘ്യം കൂടി, നമുക്കൊക്കെ വലിയ ആയുസ്സുണ്ട്, നാളെ നമ്മൾ ഇന്നലത്തെ ആളുകൾ മരിച്ച കാലത്ത് മരിക്കാൻ പോകുന്നില്ല, ഒരു പക്ഷെ നാളെ മരണത്തെ പോലും നമ്മൾ അതിജീവിക്കും. ഇതൊക്കെ ഒരു വശത്ത് ഒരു നാവുകൊണ്ട് പുരോഗതിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പുറത്ത് ഗാസയില് ജനിച്ച കുഞ്ഞിന്റെ മുകളിൽ, കണ്ണ് തുറക്കാൻ പോകുന്ന കുട്ടിയുടെ മുകളിൽ ബോംബിടും. ഈ ഈ വൈരുദ്ധ്യം കാണാതെ മനുഷ്യകുലത്തിന് പോകാൻ പറ്റില്ല. നമ്മള് വളരെ ബ്ലൈൻഡ് ആയിട്ട് ഈ പറയുന്ന തരത്തിലുള്ള മുതലാളിത്ത ലോകം പറയുന്ന പുതിയ ലോകം, പുതിയ പരിസരങ്ങള്, ഇങ്ങനെ എല്ലാവരും സംരംഭകരാവുന്ന ഒരു വലിയ മാർക്കറ്റ്, ഈ മാർക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സ്വപ്നങ്ങള്, ആ സ്വപ്നങ്ങളിൽ കുടുങ്ങിപ്പോയി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ സ്വപ്നങ്ങളിൽ മുഴുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മധ്യവർഗം, വൈകാരികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മധ്യവർഗം, ഇത് മാത്രം ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ പത്രം വായിച്ചാൽ അതിന്റെ ചിത്രം കിട്ടും, TV കണ്ടാൽ അതിന്റെ ചിത്രം കിട്ടും, അല്ലെ? TV-യിൽ ഒരു വാർത്ത കണ്ടിട്ട് 10 പ്രാവശ്യം പരസ്യം വരും. ഇത് പരസ്യമാണെന്ന് നമുക്ക് അറിയെങ്കിലും ഇതാണ് നമ്മുടെ ഒരു ഡ്രീമിനെ, നമ്മുടെ ജീവിതത്തിലെ ഒരു സ്വപ്നത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കൾച്ചറൽ അറ്റാക്കാണ്. കൾച്ചറിന്റെ വലിയ സ്വാധീനമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നടത്തുന്നത് അറിയാം. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന തരത്തില് കവിത എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാഷ് ഓഫ് ഒരു സത്യം, ഒരു ഒരു സത്യത്തിന്റെ ഒരു മിന്നല്, അല്ലെങ്കിൽ ഏത് വൈരുദ്ധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കുമാരനാശാനെ പറ്റി പോലെയുള്ള ഒരു കവി മലയാളത്തിൽ ഉണ്ടാവുന്നത്. ഓരോ രാജ്യത്തും ടാഗോറിനെ പോലുള്ള ഒരു കവി ഇന്ത്യയിൽ ഉണ്ടാവുന്നത്, അല്ലെ? ടാഗോറിന്റെ കവിതയില് ജി ശങ്കരക്കുറുപ്പ് വളരെ മനോഹരമായിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. 101 കിരണങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. അതില് കുട്ടി വന്ന് അമ്മയോട് ചോദിക്കും, എവിടെ നിന്നാണ് ഞാൻ വന്നത് അമ്മേ, എവിടെ നിന്ന് അമ്മയ്ക്ക് വീണ് കിട്ടി എന്ന് പറയുമ്പോ അമ്മ പറയുന്നത് ഇങ്ങനെ എൻ്റെ മകനായിട്ടാണ് നീ ജനിച്ചത് എന്നൊന്നുമല്ല പറയുന്നത്. അമ്മ പറയുന്നത് നീ എൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരുന്നു, മരുവി നീ എന്നുള്ളിൽ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ കളി നാളിലെ പാവകളിൽ എൻ കൺമണി നീ ഒളിച്ചിരുന്നു, ശിവപൂജ ചെയ്കെ പുലരികളിൽ തവരൂപം ഞാൻ വാർ തുടച്ചിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത്, അമ്മയുടെ ചെറുപ്പകാലത്ത് ഈ എന്നെ പാവകൾ ഉപയോഗിച്ച് കളിക്കുമ്പോ ആ പാവയ്ക്കുള്ളിൽ നീ ഒളിച്ചിരുന്നു. ബംഗാളി ഹിന്ദുക്കള് കുളിക്കാൻ പോകുമ്പോ ഇങ്ങനെ ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കും, ശിവന്റെ രൂപം ഉണ്ടാക്കി പ്രാർത്ഥിച്ച് ഉടച്ച് കളഞ്ഞിട്ടാണ് കുളിക്കാൻ പോവുക. ആ ശിവരൂപം, ആ
തവ രൂപം ഞാൻ വാർത്തിരുന്നു എന്നാണ്. ശിവരൂപം അല്ല ഞാൻ വാർത്തത്, നിന്റെ രൂപമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ പറയുന്ന തരത്തില് സൂര്യനും ചന്ദ്രനൊക്കെ ഉൾപ്പെട്ട പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ നിന്ന് നീന്തി നീന്തി വരുന്ന ഒരു ഒരു അതിഥിയായിട്ട് ഈ കുട്ടി മാറുകയാണ്. സ്വന്തം കുഞ്ഞ് മാറുകയാണ്. സ്വന്തം കുഞ്ഞല്ല, മനുഷ്യകുലത്തെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായിട്ട് ആ കവിതയില് മാറുകയാണ്. അല്ലെങ്കിൽ മരിക്കുമ്പോ ധ്രുവപ്രദേശത്ത് ധ്രുവപ്രദേശത്തെ പറ്റി ടാഗോർ വർണ്ണിക്കുന്നു. വസുന്ധര എന്ന് പറയുന്ന അതിമനോഹരായിട്ട കവിതയില്. അത് വസുന്ധര എന്ന് പറഞ്ഞ കവിത ഇന്ത്യയെ പറ്റിയോ ബംഗാളിനെ പറ്റിയോ അല്ലെങ്കിൽ ഏഷ്യയെ പറ്റിയോ ഒന്നുമല്ല, ഭൂമിയെ പറ്റിയാണ്. ആ ഭൂമിയെ പറ്റി പറയുമ്പോൾ ധ്രുവപ്രദേശത്തെ പറ്റി പറയുന്നത് വിധവയായ സ്ത്രീയുടെ നോട്ടം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ധ്രുവപ്രദേശത്തെ ഇങ്ങനെ മഞ്ഞുകൂടി കിടക്കുന്ന അനന്തതയെ പറ്റി പറയുന്നത് ഒരു സ്ത്രീയുടെ നോട്ടമായിട്ടാണ് അതിനെ ആ ഉപമ ഉപയോഗിക്കുന്നത്. ഈ സ്ത്രീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഭർത്താവിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ വിധവയായി തീർന്ന ഒറ്റയ്ക്കായി പോയ സ്ത്രീയുടെ നോട്ടം പോലെയാണ് ധ്രുവപ്രദേശം എന്ന് പറയുമ്പോൾ ഈ തരത്തില് മനുഷ്യകുലത്തെ പറ്റിയുള്ള എന്ന് പറഞ്ഞ ഒരു കാഴ്ചയെ ഒരു ഉപമ വഴി വർണ്ണിക്കുമ്പോ തന്നെ അതില് യുദ്ധം പോലെയുള്ള സംഗതി വരുന്നു, മനുഷ്യരുടെ സങ്കടങ്ങൾ വരുന്നു, മനുഷ്യരുടെ ഒറ്റപ്പെടൽ വരുന്നു. ഇങ്ങനെ വലിയ ഒരു വിശാലതയിലേക്ക് ഇത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ടാഗോറിനെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആശാനെ പറ്റിയ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലോകത്തുണ്ടായിട്ടുള്ള വലിയ കവികൾ മുഴുവൻ യഥാർത്ഥത്തില് മനുഷ്യകുലത്തിന്റെ സർവൈവലിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാല് മനുഷ്യൻ വളരെ ദുർബലനായിട്ടുള്ള ജീവിയാണ്. നമ്മുടെ ഒരു ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചീങ്കണ്ണിയെ പോലെ വലിയ തോലൊന്നുമില്ല. 5 മിനിറ്റ് മൂക്ക് പൊത്തിപ്പിടിച്ചാൽ തീരുന്ന ഒരു 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 ജീവി വർഗമാണ് മനുഷ്യൻ എന്ന് അത്ര ദുർബലാണ്. ഈ ദുർബലമായിട്ടുള്ള എൻറ്റിറ്റി, ദുർബലമായിട്ടുള്ള ശാരീരികാവസ്ഥയുള്ള ഈ മനുഷ്യകുലം പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ അതിജീവിക്കുന്നു. എന്തുകൊണ്ടെന്ന് പറയുന്ന ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ അതിജീവിച്ചത്? ഈ പറയുന്ന ട്രംപ്മാരും റെയ്ഗന്മാരും ഒക്കെ ഉണ്ടായത് കൊണ്ടാണോ? അല്ലെങ്കില് അത്തരത്തിൽ നമ്മള് പേരുകേട്ട ചക്രവർത്തിമാര് വില്യം ചക്രവർത്തിയും ലൂയി 16 ഉണ്ടായത് കൊണ്ടാണോ? ഒന്നുമല്ല. മറിച്ച് മനുഷ്യര് പരസ്പരം കൈപിടിച്ച് അത് പ്രാകൃതികമായ ദുരന്തങ്ങളെയും സാമൂഹികമായ ദുരന്തങ്ങളെയും ഒക്കെ അതിജീവിച്ചു പോന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ നിന്നിട്ട് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ആ അതിജീവനം എങ്ങനെ ഉണ്ടായി എന്ന് നോക്കുമ്പോ നമ്മൾ ഈ പറയുന്ന പവറിന്റെ ഇപ്പൊ താൽക്കാലികമായ അധികാരത്തിന്റെയോ അല്ലെങ്കിൽ താൽക്കാലികമായ സിംഹാസനങ്ങളുടെയോ ഒക്കെ കാര്യം അവിടെ തീരും. അത് അവിടെ അവസാനിക്കും. സിംഹാസനങ്ങളൊക്കെ നിങ്ങളോട് ദ്രോഹേ ചെയ്തിട്ടുള്ളൂ. സിംഹാസനങ്ങളൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒന്നും നമ്മളെ വലിയ ദൂരത്തേക്കൊന്നും പോകണ്ട. 1930-കളില് ഈ ഹിറ്റ്ലറും കൂട്ടരും ഇരുന്നിട്ട് വലിയ സമ്മിറ്റ് നടത്തുന്നുണ്ട്, ഉച്ചകോടി നടത്തുന്നുണ്ടായി. എന്തിനാണ് ഉച്ചകോടി? ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഫ്രാങ്ക്ഫർട്ട് കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കോൺഫറൻസ് നമ്മൾ പത്രത്തിൽ വായിക്കുന്ന പോലെ അന്ന് വലിയ സംഗതിയായിട്ടാണ് വരുന്നത്. എന്താ ഫ്രാങ്ക്ഫർട്ടിൽ നടത്തിയ കോൺഫറൻസ് എന്താ? ഫ്രാങ്ക്ഫർട്ടിൽ നടത്തിയ കോൺഫറൻസ് ഈ ജൂതന്മാർ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി ആലോചിക്കാൻ ലോകത്തെ ബുദ്ധിയുള്ള മനുഷ്യർ വന്ന് ആലോചിക്കുക. ഇവരെന്ത് ചെയ്യണം? ഇവരെ നാട് കടത്തണോ? ഇവരെ കൊണ്ട് കളയാൻ ഒരു സ്ഥലം എവിടെയായിരിക്കും ആ സ്ഥലം? അതിനെപ്പറ്റി ആലോചിക്കുന്നു. അവസാനം ഈ ബുദ്ധിമാന്മാരൊക്കെ കൂടി തീരുമാനിക്കുന്നു നമുക്ക് ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്ന അന്തിമ പരിഹാരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാം. ഇവരെ പരമാവധി ഉപയോഗിച്ചതിന് ശേഷം കൊന്നു കളയാം. നമ്മൾ കന്നുകാലികളെ പറ്റി ഒക്കെ പറയുന്ന പോലെ ബുദ്ധിയുള്ള മനുഷ്യരാണ് ഇതൊക്കെ ചെയ്തത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും വിഡ്ഢിക്കൂട്ടമൊന്നുമല്ല ഈ ക്രൂരത ലോകത്ത് ചെയ്തിട്ടുള്ളത്. ലോകത്ത് ക്രൂരത ചെയ്ത എല്ലാവരും ഉന്നതമായ അല്ലെങ്കിൽ ആവറേജിന് മുകളിൽ ഐക്യമുള്ള മനുഷ്യരാണെന്ന് ഓർക്കണം. ഇവരാണ് ഇങ്ങനെ കെട്ടിയ ഇടത്തില് ഈ ആൾക്കാരെ മുഴുവൻ കയറ്റിയിട്ട് പണിയെടുത്ത് അവരെ ഒരു പണിയെടുക്കാൻ പറ്റാത്ത ഒരു ഘട്ടം എത്തുമ്പോൾ ഈ മനുഷ്യരെ പറ്റമായിട്ട് മുറിക്കുള്ളിൽ കയറ്റിയിട്ട്
വിഷവാതകം അടിച്ച് കൊല്ലാന്ന് കണ്ടുപിടിച്ചത്. ഒന്നിച്ച് കൊല്ലാം. ഒന്നിച്ച് കൂട്ടക്കൊല നടത്തിയിട്ട് അവരെ അടക്കാം. അങ്ങനെ അടക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ജൂതന്മാരെ എണ്ണവും കുറയും. റോയൽ ബ്ലഡ് ആര്യ രക്തമുള്ള ആൾക്കാര് ലോകത്ത് കൂടും. ഈ ഈ ഇത് ആലോചിക്കാൻ മാത്രമല്ല വളരെ എഫിഷ്യന്റ് ആയിട്ട് നടപ്പാക്കി. അത് നടപ്പാക്കിയ ഒരാളുടെ പേര് ഐക്ക്മാൻ എന്നാണ്. അഡോൾഫ് ഐക്ക്മാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഐക്ക്മാൻ ഈ ഹിറ്റ്ലർ തോറ്റിട്ട് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. അവരെ കൂട്ടാളികൾ മുഴുവൻ പിടിയിലായി. ന്യൂറംബർഗ് വിചാരണ നടത്തിയിട്ട് അവരെ പലരെയും കൊന്നു. പലരെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പലരും ജയിലിലായി. ഐക്ക്മാൻ അവിടുന്ന് വേറെ പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കി കള്ളപ്പേരൊക്കെ സ്വീകരിച്ച് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട് അർജന്റീനയിൽ പോയിട്ട് ഒരു സാധാരണ തൊഴിലാളിയായിട്ട് ജീവിക്കുകയാണ്. അവിടെ ഒരു കാർ കമ്പനിയിൽ ജോലി കിട്ടി. ആ കാർ കമ്പനിയിൽ ജോലി കിട്ടി സാധാരണ തൊഴിലാളിയായിട്ട് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നു. അപ്പോഴാണ് അയാളെ വേറൊരാള് അയാളുടെ ക്യാമ്പിൽ ഉണ്ടായ ഒരു ഇര തിരിച്ചറിയുന്നത്. എങ്ങനെയോ കാണുമ്പോ മനസ്സിലാവുന്നത് ഇയാളായിരുന്നു അന്നത്തെ കൊലയാളിന്ന്. എന്നിട്ടാണ് അപ്പോഴേക്ക് ഇസ്രായേലൊക്കെ ഉണ്ടായി. ജൂതന്മാർക്ക് ഒരു രാഷ്ട്രമൊക്കെ ഉണ്ടായി. ഇസ്രായേല് മൊസാദ് രാത്രിക്ക് രാത്രി എയർലിഫ്റ്റ് ചെയ്യാണ്. അർജന്റീനയിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്തിട്ട് ടെലവീവിൽ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന്റെ വിചാരണ തുടങ്ങാണ്. ഈ വിചാരണ വളരെ പ്രസിദ്ധമായിട്ട് വിചാരണയാണ് ചരിത്രത്തിൽ. ഐക്ക്മാന്റെ വിചാരണ എന്ന് പറഞ്ഞാൽ. ഐക്ക്മാൻ ഈ വിചാരണ സമയത്ത് പറഞ്ഞത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ശരി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ നല്ല ഭർത്താവായിരുന്നു. എൻ്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചു നോക്ക്. എൻ്റെ മക്കളോട് ചോദിച്ചു നോക്ക്. എൻ്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക്. ഞാൻ നല്ല ഭർത്താവായിരുന്നു. ഞാൻ നല്ല അച്ഛനായിരുന്നു. അവർക്ക് നല്ല ജീവിതം ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഓരോ കാര്യങ്ങൾ അന്നത്തെ ഒരു പുരുഷ മേധാവിത്വ വ്യവസ്ഥ ഇന്നത്തെയും പോലെയുള്ള കുടുംബത്തിൽ ഒരു തലവൻ എന്താണോ നിർവഹിക്കേണ്ടത് അത് മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെപ്പറ്റി ഒരു കുറ്റവും ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് മുഴുവൻ നല്ല ബന്ധുവായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾക്ക് മുഴുവൻ നല്ല സുഹൃത്തായിരുന്നു. പിന്നെ ഞാൻ കൊന്നു എന്നുള്ളതല്ലേ. ഞാനല്ല കൊന്നത്. എനിക്ക് ശമ്പളം തരുന്ന വ്യവസ്ഥ പറഞ്ഞു കൊല്ലാൻ പറഞ്ഞു. ഞാൻ കൊന്നു. അവരെ രക്ഷിക്കാനാണ് ആ വ്യവസ്ഥ പറയുന്നതെങ്കില് ഞാൻ അവരെ മുഴുവൻ രക്ഷിച്ചേനെ. ഞാൻ നല്ല എംപ്ലോയി ആയിരുന്നു. നല്ല പണിക്കാരനായിരുന്നു. ആ പണിക്ക് എനിക്ക് വല്ല സമ്മാനാണ് തരേണ്ടത്. നിങ്ങളെ ഈ വിചാരണയല്ല. ഈ വിചാരണയിലൂടെ കടന്നുപോയ പ്രത്യേകിച്ച് ഐക്ക്മാന്റെ ഈ വാദം കേട്ട അന്നത്തെ വളരെ പ്രസിദ്ധയായ തത്വശാസ്ത്രജ്ഞയും ഇന്ന് തത്വശാസ്ത്ര കുലത്തിലെ ഏറ്റവും പ്രധാനിയായിട്ട് കാണുന്ന ഹന്ന ആരൻഡ് എന്ന് പറയുന്ന ആ വലിയ ഉജ്ജ്വല ആയിട്ടുള്ള ആ എഴുത്തുകാരി ഈ വിചാരണ മുഴുവൻ കേട്ടിട്ടുണ്ട്. ഹന്ന ആരൻഡ് അവിടെ നിന്നാണ് ഈ ബെനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറയുന്ന സങ്കല്പനം തന്നെ കൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത്. തിന്മയുടെ സാധാരണത്വം എന്ന് പറഞ്ഞാല് ഈ തിന്മ എന്ന് പറയും നമ്മൾ വേറൊരാള് ചെയ്യുമ്പോൾ തിന്മയായി തോന്നുന്ന കാര്യം ഒരു സിസ്റ്റത്തിൽ കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഏറ്റവും അടുത്ത് അടിയിൽ ആളിൽ എത്തിച്ചു കഴിഞ്ഞാല് തിന്മ വളരെ സാധാരണീകരിക്കും. ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ ഒരു സിസ്റ്റമാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് മാസം ശമ്പളം തരുന്നു. ഈ മാസം ശമ്പളം തരുന്നതിന് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് പറയുന്നു ഇവർ ശത്രുവാണ്. ലോകത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വത്തിന് എതിർ നിൽക്കുന്ന ആളാണ്. പോയി കൊല്ലൂ എന്ന് പറഞ്ഞാൽ കൊല്ലാൻ ശമ്പളം കൊടുത്തു തുടങ്ങിയാൽ ഇഷ്ടംപോലെ ആൾക്കാർ കൊലയാളികളാവും. ഒരു സംശയവുമില്ല. ശമ്പളം കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയാണ് ഐക്യമാൻഡ് ഈ ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറയുന്ന സങ്കല്പനം ഹന്ന ആരൻഡ് പറഞ്ഞ്. ആരൻഡ് പറഞ്ഞു ഐക്യമാൻ കുറ്റക്കാരനല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറ്റക്കാരനൊന്നുമല്ല. കുറ്റക്കാരൊക്കെ മുകളിലായിരുന്നു. ഇയാള് ഒരു പൗരൻ എന്ന് പറയുന്ന സങ്കല്പനത്തെ തെറ്റായി ധരിച്ച് ഇതാണ് എൻ്റെ പൗരത്വം എന്ന് വിചാരിച്ച് അങ്ങനെ കുറ്റം ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ നല്ലത് ചീത്ത എന്ന് പറയുന്ന നന്മ തിന്മ എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ കാലത്ത് അത് ഹൈലി പൊളിറ്റിക്കൽ ആണ്. ഈ കാര്യം നമ്മൾ അംഗീകരിച്ചേ തീരൂ. നമ്മൾ മനസ്സിലാക്കിയേ തീരൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ ഭാഗവതത്തിലെയോ അല്ലെങ്കിൽ ബിബ്ലിക്കൽ കാലഘട്ടത്തിലെയോ ഒരു കഥാപാത്രത്തെ പോലെ സ്വേച്ഛയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നന്മ തിന്മ ഞാൻ നല്ലവനാണെന്ന് ഞാൻ സ്വയം തീരുമാനിക്കണമെങ്കിൽ ദൈവത്തിന് നല്ലത് വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ തിന്മ എന്ന് പറയുന്നത് തൻ്റെ ധാരണയ്ക്ക് വിപരീതമായിട്ട് ചെയ്യുക എന്നതിലൊക്കെ അപ്പുറമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ സിസ്റ്റത്തിന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നിങ്ങൾ നട്ടും ബോൾട്ടും ആയിട്ട് മാറുമ്പോൾ ഒരു സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് നിങ്ങൾ മാറുമ്പോൾ ഈ പറയുന്ന തരത്തില് നന്മ തിന്മ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ആണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് പ്രയാസമായിരിക്കും.
ബോർഹസ് തന്റെ പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഖുറാൻ മുഴുവൻ വായിച്ചു നോക്കിയാലും ഖുറാൻ കമ്പോട് കമ്പ് വായിച്ചു നോക്കിയാലും അതില് ഒട്ടകങ്ങള് ഒന്നോ രണ്ടോ ഉള്ളൂ. നമ്മള് ഖുറാൻ എന്ന് പറയുന്ന ഒരു അറേബ്യൻ നാട്ടിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ദൈവശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള പുസ്തകം മുഴുവൻ വായിച്ചാലും അതിൻ്റെ ഉള്ളിലെ ഒട്ടകങ്ങളുടെ എണ്ണം എടുത്താൽ നിങ്ങൾക്ക് 10 വിരലേ വേണ്ടുള്ളൂ. അതേസമയം ഖുറാനെ പറ്റി അല്ലെങ്കിൽ ഖുറാൻ അധികരിച്ച് അല്ലെങ്കിൽ മധ്യേഷ്യയെ അധികരിച്ച് ഒരു സിനിമ എടുക്കാൻ ഹോളിവുഡ് തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. ആ കാലത്ത് ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഹോളിവുഡ് തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. ഹോളിവുഡ് ഫിലിം കമ്പനി ആദ്യം ചെയ്യുക ഒരു വലിയ ഒട്ടകപ്പടനെ കൊണ്ടിറക്കുക. കാരണം ഒട്ടകത്തിനെ കാണിച്ചാൽ അത് മധ്യേഷ്യയാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കും. ബോർഹസ് ചോദിക്കുന്നത് എന്താ ഖുറാനിൽ ഒട്ടകമില്ലാത്തത്? ഖുറാനിൽ ഒട്ടകമില്ലാത്തതിന്റെ കാരണം അത് അവിടുത്തുകാരൻ എഴുതിയതാണ്. അവിടെയുള്ള ഒരാള് ഒരു കൃതി എഴുതുമ്പോൾ മറ്റേ ആൾക്ക് ആ ഒട്ടകം നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയേണ്ട കാര്യമില്ല. അതാണ് ഇൻസൈഡ് ഒരു കൾച്ചറിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ അതിലെ പ്രോമിനന്റ് ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഘടകം അതിൻ്റെ ഉള്ളിൽ കാണുന്നില്ല. അതേസമയം പുറത്തുനിന്ന് നോക്കുമ്പോൾ പ്രോമിനന്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കില്ല സൊസൈറ്റിയെ പ്രധാനമായിട്ട് ബാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വലിയ സങ്കീർണമായിട്ട് കൾച്ചറിന്റെ സങ്കീർണമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആഴ്ന്ന് കിടക്കുമ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിൽ ആഴ്ന്ന് കിടക്കുമ്പോൾ നമ്മളെ പതുക്കെ പതുക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളെ പതുക്കെ പതുക്കെ ഈ പറയുന്ന ബനാലിറ്റി ഓഫ് ഈവിളിലേക്ക് നമ്മളെ ഒരു തിന്മയിലേക്ക് പതുക്കെ പതുക്കെ തള്ളിക്കൊണ്ടു പോകുമ്പോൾ നമ്മൾ അറിയില്ല നമ്മളും ഈ സിസ്റ്റത്തിന്റെ പാർട്ടാവുന്നു എന്നുള്ളത് നമ്മൾ അറിയില്ല. ഫാസിസത്തെ പറ്റി നമ്മൾ സംസാരിച്ച് സ്വയം ഫാസിസ്റ്റ് ആയിട്ട് തീരുന്ന നമുക്കറിയാതെ പോവും. നമ്മള് എന്തിനെയാണ് എതിർക്കുന്നത് അത് പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിൽ ആവാഹിച്ചു വരുമ്പോൾ അറിയില്ല. ഇങ്ങനെയാണ് അത് ഒരു സൊസൈറ്റിയെ മുഴുവനായിട്ട് കീഴടക്കുക എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം ഒരു സൊസൈറ്റിയെ മുഴുവൻ പിടിച്ചടക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ അതിന് പുറത്ത് നിൽക്കുന്ന ഒരാളെ ശത്രുവാണ്. അതിന് പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ വാദം വരാണ്ട് നമ്മൾ ജനാധിപത്യത്തെ പറ്റി സംസാരിക്കും. ജനാധിപത്യം അതാണ് മണ്ണാങ്കട്ടയാണെന്നൊക്കെ നമ്മൾ കാലത്തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചു കളഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ചിരിച്ചൊക്കെ സംസാരിക്കും ഇങ്ങനെ. പക്ഷെ യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ഉള്ളിലേക്ക് ചൂഴ്ന്നു നോക്കിക്കഴിഞ്ഞാൽ ആ എതിർക്കുന്ന ആളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ഇക്കാലത്ത് ഉടലെടുത്തിട്ടുണ്ട്. അത് മനുഷ്യരുടെ കുറ്റമല്ല എന്ന് പറഞ്ഞ വ്യക്തിയുടെ കുറ്റമല്ല, അതൊരു പൊളിറ്റിക്കൽ ഫ്രെയിം വർക്കിന്റെ ഉള്ളിൽ നമ്മൾ കിടക്കുന്നതുകൊണ്ടാണ്. ഈ ഈ പറയുന്ന സാധനത്തിന് ഈ വെറുപ്പിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഞാൻ ഇന്നലെ ഇവിടെയായിരുന്നു, പയ്യന്നൂരായിരുന്നു. പയ്യന്നൂര് ഞാൻ ഈ സിനിമകളെ പറ്റി സംസാരിച്ചപ്പോൾ പറയണ്ടായി. ഇപ്പൊ ഈ മുഖ്യധാര മലയാള സിനിമകളിൽ ആവർത്തിച്ചു വരുന്ന ഒരു രംഗം എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ അങ്ങനെ വലുതായിട്ട് ഈ കാലത്ത് സിനിമ ഒന്നും കണ്ടിട്ടുള്ള ആളല്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഈ ത്രില്ലർ സിനിമകളുടെ ഒക്കെ ഒരു ഒരു കൂട്ടം വന്നപ്പോ ഇതിലൊക്കെ ആവർത്തിച്ചു വരുന്ന ഒരു ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഒരാള് പിക്കാക്സ് കൊണ്ട് ഭൂമി ഇങ്ങനെ തുരന്നുകൊണ്ടിരിക്കാന്നാണ്. അപ്പോ പിക്കാക്സ് എന്ന് പറഞ്ഞ ഒരു പണിയായതാണ്. പണ്ട് അത് നിലത്ത് ഇങ്ങനെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കൃഷി എന്തെങ്കിലും കുഴിച്ചിടാനാണ്, എന്തെങ്കിലും വിത്ത് മുളപ്പിക്കാനാണ്. ഈ വിത്ത് മുളച്ച് മരമായി ബലമായി അതിങ്ങനെ പടരാനാണ്. ഇയാൾ കുഴിക്കുന്ന മുഴുവൻ എന്തിനാ? ഏതോ ഒരു ശവത്തിനെ കുഴിച്ചിടാനാണ്. നിങ്ങൾ ഈ സിനിമകളിൽ മുഴുവൻ കാണാവുന്ന ഒരു സീനാണത്. രാത്രിയിൽ ഒരാൾ വന്നിട്ട് ആരും കാണാണ്ട് ഈ പിക്കാക്സ് കൊണ്ട് ഇങ്ങനെ കുഴി കുഴിച്ചിട്ട് ഏതോ ഒരു ശവത്തിനെ കൊണ്ട് കുടുന്ന രംഗം. ഇത് എന്തുകൊണ്ടാണ് ഈ മോട്ടീഫ് ആവർത്തിക്കുന്നത്? നമ്മൾ ഈ ഫോക്ലോറിലൊക്കെ ഇങ്ങനെ ഒരു ഒരു സംഗതി ആവർത്തിച്ചാൽ അതിനെ മോട്ടീഫ് എന്ന് വിളിക്കും. ആ മോട്ടീഫിനെ പറ്റി വലിയ പഠനങ്ങളൊക്കെ ഉണ്ടാവും, വലിയ വലിയ സിദ്ധാന്തങ്ങളൊക്കെ തന്നെ. ലേവ് സ്ട്രോസ് ഒക്കെ ഈ സ്ട്രക്ചറലിസം ഒക്കെ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഫോക്ലോർ മുഴുവൻ ലോകത്ത് മുഴുവൻ പരന്നിട്ടുള്ള നാടോടി കഥകളിലെ മോട്ടീഫുകളൊക്കെ ശേഖരിച്ചാണ്. ഇങ്ങനെ പൂച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കറുത്ത പൂച്ച എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ നാടോടി കഥകളിലും ലോകത്ത് എന്താണ് നിർവഹിക്കുന്നത്, ഒരു പ്രത്യേക ധർമ്മമാണെങ്കിൽ അത് വെച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുക. ഇതേപോലത്തെ ഒരു മോട്ടീഫായിട്ട് ലേറ്റ് മോട്ടീഫ് എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ ഈ പിക്കാക്സ് രംഗം ആവർത്തിച്ചു വരുന്നു. ഈ പിക്കാക്സ് രംഗം ആവർത്തിച്ചു വരുമ്പോ അത് ഏതൊക്കെ തരത്തിൽ മാറ്റപ്പെട്ടു എന്ന് ആലോചിക്കണം. ഒരു പണിയായുധം എന്ന് പറയുന്നത്, മണ്ണിൽ പണിയുന്ന ആയുധം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിബറേഷന്റെ വലിയൊരു മുഖമായിരുന്നു. ഒരു ആയുധം കണ്ടുപിടിച്ചു,
അല്ലെങ്കിൽ നമ്മള് ശില ശില കൊണ്ട് ആയുധം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ട് ആയുധം ഉണ്ടാക്കി. ഇതൊക്കെ മനുഷ്യനെ ലിബറേറ്റ് ചെയ്ത, മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഉപകരണങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ നിലത്ത് പ്രയോഗിക്കുമ്പോൾ കൃഷിയെ പറ്റിയുള്ള ഒരു രൂപമാണ്. ഇത് മുഴുവൻ വയലൻസിന്റെ രൂപങ്ങളാക്കി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൾച്ചറിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതായത് നിങ്ങള് സിനിമ പോയി കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ വയലൻസ് കാണാം. പത്രം എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വയലൻസ് കാണാം. ടിവി കണ്ടിട്ട് വെച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ വയലൻസ് കാണാം. സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള വയലൻസ് കാണാം. ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ ഇതിനെതിരാണ്. യുദ്ധത്തിനെതിരാണ്, വയലൻസിനെതിരാണ്, ഈ സ്ട്രക്ചറൽ വയലൻസിനെതിരാണ്. കുമാരനാശാൻ എന്തുകൊണ്ടാണ് സ്നേഹത്തെ പറ്റി സംസാരിച്ചതെന്ന് നമ്മൾ അറിയണം. സ്നേഹം എന്ന് പറയുന്നത് ഒരു വലിയ മൂല്യമാണെന്ന് ഏതെങ്കിലും മേട്ടി വായിച്ച് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ എനർജിയാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. അപ്പോഴ് സീതയ്ക്ക് ആലോചിക്കാൻ പറ്റും, ഈ രാമൻ എന്നെ എന്താ ചെയ്തതെന്ന് ആലോചിക്കാൻ പറ്റും. അങ്ങനെ ആലോചിക്കാൻ പറ്റുമെങ്കിൽ ഇക്വാലിറ്റിയെ പറ്റിയുള്ള ദർശനം ആദ്യം വരണം. അതുകൊണ്ടാണ് ഈ സമത്വം അംബേദ്കർ ആലോചിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം ഫ്രട്ടേണിറ്റിയാണ്, സാഹോദര്യാണ്.